ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്റെ വാക്കുകളിൽ ഭീഷണിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പൊറുതി മുട്ടിച്ച് എന്നെ അങ്ങ് ഇല്ലാതാക്കി കളയാവുന്നൊരു തോന്നല് നിന്റെ ഉള്ളിലുണ്ട്. ഊരിടുന്ന ചില നായ്ക്കുട്ടികളുണ്ട്. അതങ്ങോട്ട് എത്താൻ പറ്റാത്തതിന്റെ വൈരാഗ്യം. അതുപോലെ മാത്രമേ എനിക്കിതിനെ തോന്നിയിട്ടുള്ളൂ. നിത്യ, നേരത്തെ ക്ഷണിക്കാൻ പറ്റിയില്ല. പക്ഷേ ജയാറിന്റെ ബർത്ത്ഡേക്ക് നീ ഉണ്ടാവണം. ജയാറിന്റെ ബർത്ത്ഡേക്ക് മാത്രമല്ല, ജയാറിന്റെ എല്ലാ വിജയാഘോഷങ്ങളിലും ഏതെങ്കിലും ഒരു മൂലയ്ക്ക് എനിക്ക് നിന്നെ കാണണം. നിർത്തണോ? ഇതുപോലൊരു ആഘോഷം സംഘടിപ്പിച്ചിട്ട് ഞങ്ങളുടെ മുന്നിൽ വന്ന് മേനി പറയാൻ തനിക്ക് നാണമില്ലേ? കാണാനും അതിശയപ്പെടാനും എന്തവിടെ പ്രത്യേകിച്ച് തന്നിലുള്ളത്? തന്നെ പോലുള്ള പണക്കാർ ഒരുപാടുണ്ടല്ലോ. പാവങ്ങളുടെ ചോര കുടിച്ച് വളരുന്നവര്. അക്കൂട്ടത്തിൽ ഒരാളെന്നല്ലാതെ എനിക്ക് തന്നോട് ഒരു റെസ്പെക്റ്റും ഇല്ല, ഒരിക്കലും ഇല്ല, ഇനി ഒരിക്കലും തോന്നുന്നില്ല. ഇതാണ് എനിക്ക് നിങ്ങളോടൊക്കെ ഒരു വല്ലാത്ത ഇഷ്ടം. ചാകാൻ പോവുകയാണെങ്കിലും ഒരിറ്റ് ശ്വാസം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ കാണിക്കുന്ന ഈ ചങ്കൂറ്റം. പക്ഷെ എന്തു ചെയ്യാൻ, ആ ചങ്കൂറ്റം ഇല്ലാതാക്കാനും അവസാനത്തെ ശ്വാസം എടുക്കാനുമുള്ള അവസരം കാലം തന്നിരിക്കുന്നത് എൻ്റെ കയ്യിലാണ്. എനിവേ, ഞാൻ എൻ്റെ ബർത്ത്ഡേ പാർട്ടിയിലേക്ക് പോവാം. എനിക്കിത് ആഘോഷത്തിന്റെ രാവാ. നിന്റെയൊക്കെ തലയ്ക്ക് മുകളിൽ ചവിട്ടി നിൽക്കുന്ന ആഘോഷം. ചുമ്മാ. എക്സ്ക്യൂസ് മീ. അത് നോക്കിയേ, ജയാറ്. എല്ലാരും ഇരിക്കെ ഇരിക്കെ ഇരിക്കെ. ഇതാണല്ലേ ആള്. ഐ ആം എക്സ്ട്രീംലി സോറി. നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഞാനൊരല്പം വൈകിപ്പോയി. റവന്യൂ മിനിസ്റ്ററുമായിട്ടൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങാനേ അല്പം വൈകി. കുമാർ, ഇതെപ്പോ വന്നു? ഹൗ ആർ യു? ഫൈൻ ഫൈൻ. ജയാറിനോടൊപ്പമൊന്നും അല്ലെങ്കിലും കുഴപ്പമില്ലാതെ പോകുന്നു. മിസ്റ്റർ രവീന്ദ്രൻ, സുഖമായിട്ടിരിക്കുന്നു. സ്വാമി, ഇത് മിസ്റ്റർ രവീന്ദ്രൻ. ഓ, ഇത് മിസ്സസ് രവീന്ദ്രൻ. നമസ്കാരം. ബിസിനസ് രംഗത്തെ പുലികളവരൊക്കെ. എനിക്കറിയാം എല്ലാവരെയും. ഏട്ടാ, ഫ്രണ്ട്സ്, ഇതെന്റെ അനുജത്തിയ. ഇവളുടെ ഭർത്താവ് മനു സബ് കളക്ടറാണ്. പറഞ്ഞോ.
അവനെത്തില്ലടി. മനു വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഏട്ടാ. ആ മനു എന്തോ ഒരു മീറ്റിങ്ങിന് പോയിരിക്കുവോ. ഓക്കെ, ശരി. ഇപ്പൊ വരാം ഏട്ടാ. ആ. എന്താ ശരവണ, സുഖമല്ലേ നിനക്ക്? ആമാ സാർ. ആവണം. അടുക്കളയിലെ ആയുധങ്ങൾ ഇനിയും ഉണ്ടാവും. പക്ഷെ അതെടുക്കാൻ നിന്റെ മനസ്സിന് തോന്നിയ ഓർത്തോളൂ കേട്ടോ, അത് ചെയ്യാറിന്റെ നേരെയാ. കേട്ടോ? ആ മോനെ ജീവ. അമ്മയോട് വെച്ചാ? അമ്മ അകത്തുണ്ട്. ആ നീ ഇപ്പൊ പോയി കാണുമൊന്നും വേണ്ട. ഏയ്, അമ്മയുടെ അനുഗ്രഹം വാങ്ങാതെ എന്ത് ബർത്ത്ഡേ അല്ലേ ശരവണ? ആമാ. ആ, ഞാൻ കണ്ടിട്ട് വരാച്ച. ഓക്കെ മനസ്സില്ലേ. ആ ശരവണ. അമ്മേ, അമ്മ എന്താ പുറത്തേക്ക് വരാത്തെ? അച്ഛനെന്റെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോ അമ്മ എന്റെ നടുവിൽ നിൽക്കേണ്ട ആളല്ലേ? അച്ഛനും മോനും കൂടി കാണിച്ചു കൂട്ടുന്ന വേഷം കെട്ടുകൾക്കിടയിൽ ഞാനുണ്ടാവണമെന്ന് നിർബന്ധമില്ല. നീ ആഘോഷിക്ക്. ഓക്കെ, എന്നാ അമ്മ എന്നൊന്ന് അനുഗ്രഹിക്കും. തൊട്ടുപോകരുതന്നെ. ഞാനീ മുറിക്കകത്ത് കയറിയിരിക്കുന്നത് തല കുനിച്ച് നിന്റെയും നിന്റെ അച്ഛന്റെ മുമ്പിൽ തോറ്റിട്ടാണെന്ന് നീ കരുതണ്ട. ഇനിയും തോറ്റു തരാൻ എനിക്ക് മനസ്സില്ല. ഇതാണ് അമ്മയോട് എനിക്കുള്ള ഇഷ്ടം. നിലപാടുകളിൽ ഒരു മാറ്റവും. അത് മകനായാലും ശരി, ഭർത്താവായാലും ശരി. എന്നും ഇതൊക്കെ കാത്തു സൂക്ഷിക്കാൻ എന്റെ അമ്മയ്ക്ക് പറ്റട്ടെ കേട്ടോ. നിന്റെ വാക്കുകളിൽ ഭീഷണിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പൊറുതി മുട്ടിച്ച് എന്നെ അങ്ങ് ഇല്ലാതാക്കി കളയാവുന്നൊരു തോന്നല് നിന്റെ ഉള്ളിലുണ്ട്. മധുര നൊമ്പരക്കാറ്റ്